മറ്റൊന്നുമല്ല, ഈ ലോകത്തിലെ മനുഷ്യനെ പോലെയല്ല ദൈവം. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരുടെയും രക്ഷകനാണ്, ലോകത്തിന്റെ രക്ഷകനാണ്. ലോകത്തെ രക്ഷിക്കാനായി ഭൂമിയിലേക്ക് കടന്നു വന്നതാണ്. ഒരേ സമയം മനുഷ്യനും ഒരേ സമയം ദൈവവുമായി പരിശുദ്ധ കന്യാമറിയത്തില് ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു എന്നാണ് പറയുന്നത്. പുരുഷന്റെ ഇച്ഛയിലല്ല മറിയം ഗർഭം ധരിച്ചത്, പരിശുദ്ധാത്മാവിനാലാണ് മറിയം ഗർഭം ധരിച്ചത്. അതുകൊണ്ട് ജന്മപാപം പോലും യേശു ക്രിസ്തുവിനില്ല. ഈ പാപമില്ലാത്ത മനുഷ്യൻ, ഒരു പാപവും ചെയ്യാത്ത മനുഷ്യൻ രക്തം ചിന്തനം പാപമോചനം കിട്ടണമെങ്കിൽ ആദിമാതാപിതാക്കൾ ആദവും പാപം ചെയ്ത ദൈവത്തിൽ നിന്ന് അകന്നുപോയി പരദീസ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇക്കാലമൊക്കെയും മനുഷ്യന്റെ ആത്മാവ് നിത്യനാശമായ നിത്യനരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. വീണ്ടും യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ 33 വർഷത്തെ കാലം മാത്രം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തിരിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് സംഭവിച്ച കാര്യങ്ങളാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഫലസ്തീനായും യോർദാനും ഇസ്രായേലും ജെറൂസലേമും കാൽവരിയുമെല്ലാം യേശു ക്രിസ്തുവിന്റെ കാൽവരിയാകാൻ നടന്ന സ്ഥലങ്ങളാണ്. യേശു ക്രിസ്തു ജനിച്ച സ്ഥലവും നസ്രത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത്, നസ്രത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് യേശു ക്രിസ്തുവിന്റെ ജനനം നടന്നെങ്കിൽ ഇന്ന് യുദ്ധം നടക്കുന്ന ഇസ്രായേലിലെ കാൽവരി കുന്നിൽ യേശു ക്രിസ്തുവിനെ മുന്നാണികളാൽ കുരിശിൽ തറച്ചു കൊന്നു. അന്നുണ്ടായിരുന്ന യഹൂദ പ്രമാണികളും ഫരിസയരും യേശു ഭൂമിയിലേക്ക് പ്രകാശമായി കടന്നു വന്നിട്ട് പ്രകാശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇരുട്ടിനെ സ്നേഹിച്ചു. അങ്ങനെ സ്നേഹിക്കുന്ന മനുഷ്യർ ഇന്നുമുണ്ട്. പ്രകാശത്തെ തള്ളിക്കളയുന്ന മനുഷ്യർ അവർ ഇരുട്ടിൽ സഞ്ചരിക്കുന്നു. അവർക്ക് ഇരുട്ടാണ് ആവശ്യം. പാപം ചെയ്യാൻ ഇരുട്ട് അവർക്ക് മറയാണ്. പാപം ചെയ്ത് ജീവിച്ചു പോകുന്നു. അവർ അനുഭവിക്കുന്നില്ല, മനസാന്തരപ്പെടുന്നില്ല. മനസാന്തരപ്പെടാനും അനുഭവിക്കാനും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു ഭൂമിയിൽ വിളിച്ചു പറഞ്ഞു പോയി. അതുപോലെ വിളിച്ചു പറയണമെന്ന് ഞങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഞങ്ങളും പറയുന്നു. ഈ സുവിശേഷം ലോകം മുഴുവൻ എത്തുമ്പോൾ ലോകത്തിലുള്ള സകല